നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ച സംഭവമുണ്ടായിട്ട് ഏകദേശം ഒരാഴ്ചയാകാൻ പോവുകയാണ്. 26 പേർ ഇതിനകം തന്നെ അറസ്റ്റിലായി. എം വി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡി. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ എങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള ആസൂത്രണമായിട്ടുള്ള ഒരു ആക്രമണം നടന്നത് എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. എങ്ങനെയാണ് ഇത് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയും ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളൊരു സാധാരണ സംശയം എല്ലാവർക്കുമുണ്ട്. അവിടെ V.K. പ്രശാന്തും എം വി ഗോവിന്ദനും AA റഹീമും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവർക്കൊക്കെ എന്താണ് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഇവരൊന്നും ഈ പ്രവർത്തകരെ തടയാൻ മുതിർന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ വീട് റെയ്ഡിനെത്തിയപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ഒരു ശക്തിയുണ്ട്. പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ അത്തരത്തിലൊന്നും റെയ്ഡ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തെ കുരുക്കാൻ കഴിയില്ല എന്നൊക്കെ സമൂഹത്തെയും ഈ ഉദ്യോഗസ്ഥരെയും ഒക്കെ ബോധ്യപ്പെടുത്താനായിരിക്കണം അവരുടെ പതിവ് ചട്ടമ്പിത്തരം, ഊച്ചാളിത്തരം അവിടെ കാണിച്ചത്. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. എങ്ങനെയാണിത് സംഭവിച്ചത് എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ബിനീഷ് കോടിയേരിയുടെ ഉദയം. ബിനീഷ് കോടിയേരി താമസിക്കുന്നത് ബാംഗ്ലൂരും കണ്ണൂരും ഒക്കെ ആയിട്ടാണ്. പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്ന ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഇ.ഡി. ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട് റെയ്ഡ് നടത്തുമ്പോൾ ബിനീഷ് കോടിയേരി അവിടെ എത്തുന്നു. അദ്ദേഹം ഈ പ്രവർത്തകരോടൊപ്പം അവിടെ ഇരിക്കുന്നു, ഇതിൽ പ്രതിഷേധിക്കുന്നു. അപ്പോൾ ഇത് വളരെ യാദൃച്ഛികമാണ് എന്ന് കരുതാൻ കഴിയില്ല. കാരണം ബിനീഷ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് CPM-നോടും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളോടും എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളോടും ഉള്ളിലൊരു പകയുണ്ട്. അത് ബിനീഷ് കോടിയേരി എന്നല്ല, ഞാനെന്നല്ല, നിങ്ങളല്ല, ആരായിരുന്നാലും അത്തരത്തിലൊരു പകയുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മകനായ ബിനീഷ് കോടിയേരിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ പാരപ്പന അഗ്രഹാര ജയിലിൽ 1 കൊല്ലം എടുത്തത്. അന്ന് ഇ.ഡി. ബിനീഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കാനോ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ പാർട്ടി നേതാക്കളോ പാർട്ടിയോ ആരും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം അസുഖബാധിതനായി മരണപ്പെട്ടു. 1 വർഷത്തോളം പാരപ്പന അഗ്രഹാര ജയിലിൽ കിടന്ന ബിനീഷ് കോടിയേരിക്ക് പിന്നീട് ജാമ്യം കിട്ടി. അദ്ദേഹം പുറത്തു വന്നു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെടുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിൻ്റെ തട്ടകമായ തിരുവനന്തപുരത്ത് തൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കണം എന്നുള്ളതായിരുന്നു എന്ന് കോടിയേരിയുടെ 1ാം ചരമവാർഷികത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിനോദിനി അത് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. പക്ഷേ അന്നത് വലിയ കോളിളക്കമുണ്ടാക്കി. കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്ത്യാഭിലാഷം താൻ എം വി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നെന്നും അവരാരും അത് ഗൗനിച്ചില്ല എന്നുമാണ് അന്ന് വിനോദിനി പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ദൂഷ്യഫലം അവരനുഭവിക്കുകയും ചെയ്തു. അവരുടെ സഹോദരനായ വിനയ്കുമാറിനെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് ചീട്ടു കളിച്ചു എന്നുള്ള ഒരു കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ അത് വലിയ മാധ്യമ വാർത്തയാക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുതുക്കി നൽകിയിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് പലതവണ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അതിനൊന്നും തയ്യാറായില്ല. പക്ഷേ ഇ.ഡി. പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് നടത്തുമ്പോൾ ബിനീഷ് കോടിയേരി അവിടെ എത്തുകയും ആ സമരത്തിനൊക്കെ അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പിണറായി വിജയൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം തന്നെ അത് എം വി ഗോവിന്ദൻ ഈ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകി. അപ്പോൾ ഇവിടെയാണ് ചില സംശയങ്ങൾ തോന്നുന്നത്. യാദൃച്ഛികമായിട്ടല്ല ബിനീഷ് കോടിയേരി അവിടെ വന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗളൂരുവിലും കണ്ണൂരിലുമായി താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യവുമായോ അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യവുമായോ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മരുതൻകുഴിയിൽ വീടുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരം ഒരു റെയ്ഡ് നടക്കുമ്പോൾ ബിനീഷ് കോടിയേരി അവിടെ വരാൻ ഉള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ബിനീഷ് കോടിയേരിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും മറ്റൊരാളായിരുന്നാലും അവിടെ പോകില്ല. കാരണം തൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിന്ന പാർട്ടിയും പാർട്ടി നേതാക്കളുമാണ്.
തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്ത പാർട്ടി നേതാക്കളാണ്. തനിക്കൊരാപത്ത് വന്നപ്പോൾ തന്നോടൊപ്പം നിൽക്കാത്ത, തൻ്റെ അച്ഛനോടൊപ്പം നിൽക്കാത്ത നേതാക്കളാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ മുന്നിൽ പിണറായി വിജയൻ ഇതുപോലൊരു പ്രതിസന്ധി വരുമ്പോൾ ഏതൊരു മകനായിരുന്നാലും അവിടെ ചെല്ലാൻ വഴിയില്ല. പക്ഷേ ബിനീഷ് കോടിയേരി അവിടെ എത്തുന്നു. പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അവിടെ തടിച്ചുകൂടിയത്. നിരവധി പാർട്ടി പ്രവർത്തകരാണ് കിലോമീറ്ററുകൾ അപ്പുറം നിന്ന് പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ഭാഗത്തെത്തിയത്. അതൊക്കെ നേതാക്കന്മാരുടെ ഒരു ഇടപെടലില്ലാതെ നടക്കില്ല. ഒരുപക്ഷെ മുതിർന്ന നേതാക്കളായ ഗോവിന്ദനൊന്നും അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ എന്തായാലും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. ആരെങ്കിലും വിളിച്ചിട്ട് തന്നെയായിരിക്കണം അവരവിടെ വന്നത്. എന്നാൽ ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇത് വലിയൊരു അക്രമത്തിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നിരിക്കണം. കാരണം അവർക്കൊക്കെ അറിയാം ED ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കൊക്കെ വ്യക്തമായിട്ടറിയാം. അവിടെയാണ് ബിനീഷ് കോടിയേരിയുടെ ഒരു പങ്കിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്. ബിനീഷ് കോടിയേരി പ്രത്യക്ഷത്തിൽ പിണറായി വിജയന് അനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിച്ചതെങ്കിലും മുദ്രാവാക്യം വിളിച്ചതെങ്കിലും കുത്തിയിരുന്നതെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ ചീമുട്ടേറുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് മുൻ കൗൺസിലറായ IP ബിനുവും ബിനീഷ് കോടിയേരിയും തമ്മിൽ വളരെയധികം സൗഹൃദമുണ്ടെന്ന് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന പല ഫോട്ടോകളൊക്കെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി അവർ തന്നെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൂത്രധാരൻ ഈ ബിനീഷ് കോടിയേരിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിനീഷ് കോടിയേരി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ 100% വിജയമാണ് അവിടെ ഉണ്ടായത്. കാരണം തൻ്റെ അച്ഛൻ്റെ ആത്മാവിനോട് നീതി പുലർത്താത്ത, തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തന്നോടൊപ്പം നിൽക്കാത്ത, തൻ്റെ അച്ഛൻ്റെ പാർട്ടി സ്ഥാനം രാജിവെക്കാൻ കാരണക്കാരനായ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇതുപോലൊരു ED റെയ്ഡ് നടക്കുമ്പോൾ, അവിടെ റെയ്ഡ് നടക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു ആഘാതം വന്നു ചേരുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണയിലേക്ക് തന്നെയായിരിക്കും. അത് EDയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. വീണയ്ക്ക് സമൻസ് അയക്കുന്നു, വീണയെ ചോദ്യം ചെയ്യുന്നു. എന്തായാലും ഈ നടപടികളിലേക്ക് EDയും കടക്കും. ED അന്ന് ആക്രമിച്ചതിൽ പ്രകോപിതരായ ED എന്തായാലും വളരെ കാര്യക്ഷമമായി തന്നെ ഊർജിതമായി തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കും. അത് പിണറായി വിജയനും വീണയ്ക്കും തിരിച്ചടിയാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അന്ന് പിണറായി വിജയൻ്റെ വീടിന് മുന്നിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ ബിനീഷ് കോടിയേരിയാണോ എന്നുള്ളൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സംശയങ്ങൾ ഉന്നയിച്ചാൽ പോലും അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ യാദൃച്ഛികമായിട്ടല്ല ഈ ബിനീഷ് കോടിയേരി വന്നതെന്നും അദ്ദേഹത്തിന് ഈ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടുമുള്ള ഒരു പക ഉണ്ടെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രത്യക്ഷത്തിൽ അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പരോക്ഷമായി അദ്ദേഹം അങ്ങനെയല്ലായിരിക്കാം. എന്തായാലും ഇതിൻ്റെ തിരിച്ചടി നേരിടേണ്ടത് പിണറായി വിജയനും മകളും മാത്രമല്ല, MP ഗോവിന്ദനും ജോൺ ബ്രിട്ടാസും AA റഹീമും VK പ്രശാന്തും ശിവൻകുട്ടിയും കടകംപള്ളിയും അടക്കമുള്ള നേതാക്കളും കൂടിയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.